കൊല്ലം പേരൂർ ഭൂതത്താൻകാവിൽ അക്രമം നടത്തിയ പ്രതി പിടിയിൽ. തൃക്കോവിൽവട്ടം തട്ടാർക്കോണം സ്വദേശി അഖിൽകുമാർ ക്ഷേത്രത്തിനുള്ളിൽ അതിക്രമിച്ചു കയറി പ്രധാന വിഗ്രഹത്തിനടക്കം നാശം വരുത്തിയത്. ഇത് കണ്ടെത്തിയ പ്രദേശവാസികൾക്കെതിരെയും അക്രമം നടത്തിയതായി പറയുന്നു. വ്യാഴാഴ്ച രാത്രി 9 മണിക്കാണ് പേരൂർ കൽക്കുളം കാവിന്റെ മൂലസ്ഥാനമായ ഭൂതത്താൻകാവിൽ അക്രമം നടന്നത്. തൃക്കോവിൽവട്ടം തട്ടാർക്കോണം സ്വദേശി അഖിൽകുമാറാണ് മറയില്ലാത്ത ക്ഷേത്രത്തിനുള്ളിൽ അതിക്രമിച്ച് കയറി പ്രധാന വിഗ്രഹത്തെ ഇളക്കിയും ചുറ്റുമതിലിലുള്ള കമ്പിവേലിയും വിളക്കുകളും അടിച്ചു നശിപ്പിക്കുകയും ചെയ്തത്. 2 ദിവസം മുമ്പ് ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടന്നിരുന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ ദീപാലങ്കാരം നിലവിലുണ്ടായിരുന്നു. കൽക്കുളം കാവിലെ ഉത്സവത്തിന് മാത്രമേ ഇനി ഈ ക്ഷേത്രത്തിൽ പൂജയുണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ കഴിഞ്ഞ രാത്രി ക്ഷേത്രത്തിൽ നിന്ന് ശബ്ദം കേട്ടതിനെ തുടർന്നാണ് പ്രദേശവാസികൾ എത്തിയത്. ക്ഷേത്രത്തിനുള്ളിൽ അഖിൽകുമാറിനെ കാണുകയും തുടർന്ന് അതിക്രമിച്ച് കയറിയത് ചോദ്യം ചെയ്യുകയും ചെയ്തു. ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ പ്രദേശവാസികളായ ചിലരെ ആക്രമിക്കുകയും ചെയ്തു. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികൾ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. 5000 രൂപയുടെ നഷ്ടമുള്ളതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. അവിടെ സംഭവിച്ചാൽ ഇന്നലെ നമ്മളെ ക്ഷേത്രത്തിലെ രണ്ടാം ഉത്സവമായിരുന്നു. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഉത്സവത്തിന് മുന്നോടിയായിട്ട് നമുക്ക് ഒരു മൂലസ്ഥാനമായ പൂവത്തങ്കാവുണ്ട്. അവിടെ ഉത്സവം കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ വൈകുന്നേര സമയത്ത് ആരും അങ്ങനെ പോകത്തില്ല. ലൈറ്റും വൈദ്യുതി ദീപാലങ്കാരങ്ങളും എല്ലാം ഇട്ടിരുന്നത്. അപ്പോൾ ഇന്നലെ ഒരു 10 മണി ആയപ്പോഴാണ് ഇതേണക്ക് ഒരു 10:15 എനിക്കൊരു അവിടെ നിന്നൊരു വീട്ടിൽ അവിടെ അടുത്തുള്ള ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഇതേണക്ക് പൂവത്തങ്കാവിൽ ആരോ കയറി ഏണ്ടൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന അവിടെ സൗണ്ട് ഗേറ്റൊക്കെ അടിച്ചു തുറക്കുന്നു. അപ്പോൾ അത് പൂട്ടിയിട്ടിരുന്നതാണ്. നമ്മൾ സാറിന് ഇനി 9 ഉത്സവത്തിന് അത് നമ്മൾ തുറക്കാറുള്ളൂ. പള്ളിവേട്ടയ്ക്ക് മാത്രമായിട്ട് ആറാട്ടിനേ ഉള്ളൂ പൂജ കഴിഞ്ഞാൽ. അപ്പം ഇത് പൂട്ടിയിട്ടിരുന്നത് ഇടിച്ച് പൊട്ടിച്ച് മുന്നിലത്തെ ഗേറ്റ് കമ്പിയെല്ലാം വളച്ച് ഒടിച്ചു കളഞ്ഞ് അകത്ത് കയറി പ്രതിഷ്ഠ പിടിച്ച് ഇളക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് അവിടെ ചെയ്തത്. കൊട്ടിയം SHO പ്രദീപിന്റെ നിർദ്ദേശത്തെ തുടർന്ന് SI നിതിൻ നളൻ, സൗരവ്, CPOമാരായ പ്രശാന്ത്, അരുൺ തുടങ്ങിയവർ ചേർന്ന് പ്രതിയെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. വൈദ്യപരിശോധനകൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.